തമിഴിന്ന് ഒരു ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തരുണം, നമ്മളെ കിഷൻ ദാസിന്റെ സിനിമയാണ്. സോ കിഷൻ ദാസിനെ അറിയാത്തവർക്ക് മുതൽ നീ മുടിവൻ നീ ആ സിനിമയിലെ നായകൻ, അതേപോലെ തന്നെ സിംഗ് പറഞ്ഞ സിനിമയിലെ ആൾ അഭിനയിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ സലൂണിലും അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ തരുണം മീൻസ് മൊമെന്റ്സ്. സോ ഈ സിനിമയിൽ ആള് വന്നിട്ട് ഒരു CRPF ഓഫീസർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ ആദ്യം ഈ സിനിമയുടെ ടൈറ്റിലൊക്കെ കേട്ടപ്പോൾ ഒരു റൊമാൻസ് പടം ആയിരിക്കുന്ന വിചാരിച്ച്. കാരണം ആള് യൂഷ്വലി ദ ബോയ് നെക്സ്റ്റ് ഡോർ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുക. സോ ഇതില് നമ്മുടെ നായകന്റെയും നായികയുടെയും ലൈഫിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ട്രാജിക് ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. പിന്നീട് അവരൊരു ട്രോമയിലോട്ട് പോകണു. ഈ കിഷൻ ദാസിന്റെ എക്സിന്റെ കല്യാണത്തിൽ വെച്ചിട്ട് അവര് കണ്ടുമുട്ടുന്നു. പിന്നീട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനമൊക്കെയാണ്. അപ്പൊ നമ്മൾ റൊമാൻസ് പടം പ്രതീക്ഷിക്കുമ്പോൾ പിന്നീട് ത്രില്ലർ മോഡിലോട്ടാണ് ആ സിനിമ പോണത്. പക്ഷെ എവിടെയൊക്കെ ഒരു ഏച്ച് കെട്ടൽ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഇതിൽ വന്നിട്ട് നമ്മുടെ നായകന് വന്നിട്ട് ഇമോഷണൽ കണക്ഷൻ ഇല്ല. അതായത് CRPF ഓഫീസർ ആയിട്ട് ആളുടെ ഫ്രണ്ട് മരിച്ച ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അതേപോലെ തന്നെ എക്സ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് വന്നിട്ട് ഒളിച്ചോടിയാലോ വേറെ ആരെ കല്യാണം കഴിച്ചാലോ ആൾക്ക് പ്രശ്നമില്ല. ആളൊരു കൊലപാതകം നടത്തിയപ്പോൾ ആൾക്ക് പ്രശ്നമില്ല. ഒരാളെ കൊന്നിട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ട് സൊള്ളാനും അതേപോലെ തന്നെ ഊളച്ചളി അടിക്കാനും പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഒരാളെ കൊന്നിട്ട് ഇവര് ഇരുന്ന് റൊമാൻസ് ചെയ്യാണ്. അതെനിക്ക് മനസ്സിലാവില്ല, എന്തോന്നടേ ഇത്. സോ കിഷൻ ദാസ് നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ്. പക്ഷെ ഈ ഒരു CRPF ഓഫീസർ എന്നുള്ള അതൊന്നും ആൾക്ക് അധികം പറ്റുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഈ തുമ്പിയെ കൊണ്ട് ഒരു പാറക്കല്ല് എടുപ്പിക്കുന്ന പോലെയാണ് തോന്നിയത്. ഈ അർജുൻ ദാസ് ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും കൂടി നന്നാവുമായിരുന്നു തോന്നും. കിഷൻ ദാസ് മോശമായിരുന്നല്ല, ആൾക്ക് അഭിനയിക്കാനുള്ള സീൻസ് ഈ സിനിമയിലുണ്ട്. അത് ആള് പെടായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഫൈറ്റ് സീൻസ്, കുറച്ച് മാസ് കാണിക്കുന്ന സീൻ, ഈ കയ്യിൽ വളയിട്ടിട്ട് വന്ന സൂര്യ എന്ന് ആവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. ബൈക്കിൽ പോകുന്ന സീനുണ്ട് ഈ സിനിമയിൽ. ബൈക്കിൽ ഇരുന്നിട്ട് ഇവര് കഥാപ്രസംഗം നടത്തുകയാണ്. നമ്മളൊക്കെ ബൈക്കിൽ ഇരുന്നിട്ട് ആന പറഞ്ഞ അപ്പുറത്തവൻ ചേന നട്ടു എന്നായിരിക്കും കേൾക്കുക. ഇവര് പക്ഷെ ഇരുന്ന് കഥാപ്രസംഗമൊക്കെ നടത്തിയിട്ട് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് അത്രയും കിടിലൻ ഒരു പടമായിട്ടും തോന്നിയില്ല, അതേപോലെ തന്നെ ബോറായിട്ടും തോന്നിയില്ല. നല്ല മൊമെന്റ്സ് ഉള്ള സിനിമയുണ്ട്, അറ്റ് ദ സെയിം ടൈം വെറുപ്പിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ക്രിഞ്ച് ഫെസ്റ്റ് ആയി തോന്നിയത് ഇവരുടെ റൊമാൻസ് ആണ്. നായകനെ പോലെ തന്നെയാണ് നായികയും. ചില സീൻസിലൊക്കെ നന്നായിട്ടുണ്ട്, ചില സീൻസിൽ വന്നിട്ട് എഗെയിൻ വെറുപ്പിക്കൽ തന്നെയാണ്. സോ സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ടെന്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു നോർമൽ സിനിമ കാണുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമാവും. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. തമിഴ് അറിയുന്ന ആൾക്കാർ തന്നെയല്ലേ, എല്ലാവർക്കും അറിയാലോ. സോ ട്രൈ ഇറ്റ് ഔട്ട് പ്ലീസ്. സോ ഞാൻ ഈ സിനിമ മോശമാണെന്നൊന്നും അല്ല പറയണേ, എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും സിനിമയെ ട്രോൾ ചെയ്യാലും സിനിമയെ വന്നിട്ട് നന്നല്ല പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുന്നത് കണ്ട് നോക്കുക, കണ്ടിട്ട് ജഡ്ജ് ചെയ്യാന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ആയി പറഞ്ഞിട്ട് പലർക്കും അത് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. വാച്ച് മൂവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നേ പറയാം.